ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യോഹന്നാനുണ്ടായ വെളിപ്പാട് പുസ്തകത്തിലെ 9-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിന് മുൻപ് മനുഷ്യർക്കുണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ ഇതിലേക്ക് കിടക്കാം. വെളിപ്പാട് 1-ാം അധ്യായത്തിലെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. നമുക്കിനി 9-ാം അധ്യായത്തിൽ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ തുടക്കത്തിൽ 5-ാമത്തെ ദൂതൻ തനിക്കുള്ള കാഹളം ഓതുന്നു. ആ സമയത്ത് ആകാശത്തു നിന്ന് ഒരു നക്ഷത്രം പോലെ ഒന്ന് ഭൂമിയിലേക്ക് വീഴുന്നു. അവിടെ ഒരു അഗാധ കൂപം ഉണ്ടാകുന്നു. കൂപം മീൻസ് കിണർ ഗർത്തം, അതുപോലൊരു സംഭവം. ആ കൂപത്തിനൊരു രാജാവും ഉണ്ട്. അഗാധ ദൂതനാണ് അതിൻ്റെ രാജാവ്. അവൻ അഗാധ കൂപത്തിൻ്റെ താക്കോൽ ലഭിക്കുന്നു. ഉടനെ തന്നെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ, അതായത് ആ കിണറിൽ നിന്ന് പുക പുറത്തേക്ക് ഉയർന്നു. ആ പുകയിൽ നിന്ന് വെട്ടുക്കിളി പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള പോലത്തെ ശക്തി ലഭിക്കുന്നു. പിന്നെ ഇതിൻ്റെ രാജാവിന് 2 പേരുണ്ട്, മീൻസ് നെയിം. അവനെ എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവോൻ എന്നുമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അവന് പ്രത്യേകം ഒരു കൽപ്പന ഉണ്ടാകുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്ക് അല്ലാതെ ഭൂമിയിലെ പുല്ലിനോ പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്നാണത്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. എങ്ങനെയും മരിച്ചാൽ മതി എന്ന് കുതിക്കും. അപ്പോഴോ മരണം അവരെ വിട്ട് ഓടിപ്പോകും. മരിക്കാനും സാധിക്കില്ല. ഒന്നും കഴിഞ്ഞിട്ടില്ല, അടുത്തത് വരുന്നു. അടുത്ത വാക്യം: 6-ാമത്തെ ദൂതൻ തൻ്റെ കാഹളം ഊതി. അപ്പോൾ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടാൻ കൽപ്പന ഉണ്ടായി. ഈ ദൂതന്മാരുടെ ഉള്ളിൽ ബാധ തട്ടിയിട്ടുള്ളവരാണ്. അവർക്ക് കൊടുത്തിട്ടുള്ള ആണ്ട്, മാസം, ദിവസം എന്ന കണക്ക് വെച്ച് കുതിരകളും തീയും പുകയും ഗന്ധകവും ഒക്കെ ആയിട്ട് മനുഷ്യരെ കൊല്ലാൻ വീണ്ടും പുറപ്പെട്ടു. ഈ 3 കാരണങ്ങൾ കൊണ്ട് മനുഷ്യരിൽ 1/3 പേർ വീണ്ടും മരിച്ചു. അവസാനം പറയുന്നുണ്ട്, ഇതൊക്കെ സംഭവിച്ചിട്ടും മരിച്ചു പോകാത്ത ശേഷം മനുഷ്യർ അവരുടെ ദുർനടപ്പ്, ബിംബാരാധന, കൊലപാതകം, ക്ഷുദ്രം, മോഷണം ഇതൊന്നും വിട്ട് മാനസാന്തരപ്പെട്ടില്ല. മനുഷ്യരല്ലേ, അവനിപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ നമുക്കെന്താണെന്ന് ചിന്തിക്കുന്ന മനുഷ്യരല്ലേ നമ്മുടെ ചുറ്റും. ഞാൻ ചെയ്യുന്ന തന്നെ ശരി, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത് ഇത്രയാണ്. ഇനി ഇതിൻ്റെ ബാക്കിയോ മുഴുവനായിട്ടോ കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ എഴുതി അറിയിക്കുക. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് ബൈ സുൽത്താൻ ക്രിയേഷൻസ്.